നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഒരു പ്രഭാതം കൂടെ കാണുവാൻ കൊണ്ട് ദൈവം നമ്മെ സഹായിച്ചു. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതായ മന, ബാബേൽ യഹോവയുടെ കയ്യിൽ സർവ്വഭൂമിയെയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു. ജാതികൾ അതിലെ വീഞ്ഞു കുടിച്ചിട്ട് അവർക്ക് ഭ്രാന്തി പിടിച്ചു. പിന്നെ പെട്ടെന്ന് ബാബേൽ തകർന്നുപോയി. അതിനെക്കുറിച്ച് മുറയിടുവീൻ എന്നാണ് വാക്യം തുടർന്ന് വായിക്കുന്നത്. ഈ ചിന്ത വരുന്നതിന് കാരണം ബാബേൽ എന്ന് പറയുന്നതായ സമൂഹം അല്ലെങ്കിൽ ബാബേൽ, അതായത് അതിനെക്കുറിച്ച് പറയുന്നത് കൺഫ്യൂഷൻ എന്നുള്ള വാക്കാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ എന്താണ് ഈ കൺഫ്യൂഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് അറിയുവാൻ തക്കവണ്ണം ഞാനൊരു ചെറിയ കഥ പറയുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. ഇത് നടന്നത് ഫ്ലോറിഡ എന്ന് പറയുന്നതായ സ്ഥലത്താണ്. ഒരു 3 ചെറുപ്പക്കാർ ആ വഴി വന്നപ്പോൾ അവർക്കൊരു ഒരു ഒരു ചിന്താഗതി വന്നു. എന്തുകൊണ്ട് ഈ ഫ്ലോറിഡ സ്റ്റോപ്പ് സൈൻ എടുത്ത് മാറ്റിക്കൂടാ? അവരങ്ങനെ മറ്റുള്ളവരെ ഒന്ന് കളിപ്പിക്കുവാൻ വേണ്ടി അതവരെടുത്ത് മാറ്റിക്കളഞ്ഞു. അതിനുശേഷം പിന്നീട് ആ വഴി വന്നതായ വേറൊരു 3 ചെറുപ്പക്കാർ അവർ എന്ത് ചെയ്തു? ഈ സൈൻ ബോർഡ് അവിടെ ഇല്ലായിരുന്നു. അവർ നേരെ മുൻപോട്ട് വണ്ടി പോയി, അവരുടെ കാറ് പോയി. അങ്ങനെ ആ കാറ് ചെന്ന് അവസാനിച്ചത് വലിയൊരു ഹൈവേയിലേക്കാണ്. അപ്പോൾ ഈ ഹൈവേയിൽ ചെന്ന സമയത്ത് അവർക്ക് നിയന്ത്രിക്കാനാകാത്ത ഒരവസ്ഥ വരികയും അങ്ങനെ ഒരു വലിയ വണ്ടി വന്ന് അവരെ ഇടിക്കുകയും അവർ 3 പേരും മരിക്കുവാൻ ഇടയായിത്തീരുകയും ചെയ്തു. അപ്പോൾ ഇതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണം നടത്തിയപ്പോൾ കണ്ടുപിടിച്ചത് അതിലെ പോയ ഈ 3 ചെറുപ്പക്കാരാണ് ഈ സൈൻ ബോർഡ് മാറ്റിവെച്ചതെന്ന് അവർ കണ്ടുപിടിച്ചു. കാരണം അത് അവിടെ വഴിയരികിലുള്ളതായ ഒരു കാട്ടിലെ പൊന്തക്കാട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ചെറുപ്പക്കാരെ ശിക്ഷിക്കുവാൻ തക്കണം, അതായത് കളിപ്പിച്ചതായ ചെറുപ്പക്കാരെ ശിക്ഷിക്കുവാൻ തക്കണം ഇടയായിത്തീർന്നു. അപ്പോൾ ഈ ഭൂമിയിൽ അങ്ങനെയുള്ള അനേക സംഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേദപുസ്തകം അനുശാസിക്കുന്നത് നമുക്കറിയാം. വേദപുസ്തകത്തിൽ വെളിപാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ 8-ാമത്തെ വാക്യം പറയുന്നത് ബാബിലോൺ വീണുപോയി, സകല ജാതികളെയും വീഞ്ഞു കുടിപ്പിച്ച് മത്തരാക്കിയതായ ബാബിലോൺ. അപ്പോൾ ഈ ബാബിലോൺ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ളതായ പഠിപ്പിക്കലാണ്. എന്താണ് പഠിപ്പിക്കുന്നത്? വേദത്തിന് വിരുദ്ധമായുള്ളതായ അനേക കാര്യങ്ങൾ നമുക്ക് ഇന്ന് സഭകളിൽ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് റോമൻ കത്തോലിക്ക സഭയിൽ. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, അവര് സഭയുടെ അധ്യക്ഷനായിട്ട് തലവനായിട്ട് വെച്ചിരിക്കുന്നതായ പാപ്പ അല്ലെങ്കിൽ പോപ്പാണ് ഈ ഭൂമിയിലെ വികാരി അല്ലെങ്കിൽ എല്ലാറ്റിനും സഭയുടെ തല എന്ന് പറയുന്നത്. പക്ഷേ കർത്താവാണ് സഭയുടെ തല എന്നാണ് വേദപുസ്തകം അനുശാസിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ക്രൈസ്റ്റ് ഈസ് ദി ഹെഡ് ഓഫ് ദി ചർച്ച്. എന്നാൽ അതിന് വിരുദ്ധമായിട്ട് ഈ ലോകത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയിൽ കാണപ്പെടുന്നതായ ദൈവത്തിന്റെ സഭയുടെ പ്രധാനപ്പെട്ട വ്യക്തിയാണ് പോപ്പ്. ആ പോപ്പാണ് സഭയുടെ തലവനെന്ന് അവർ ചിന്തിക്കുന്നു. അപ്പം അങ്ങനെ അതുപോലെയുള്ള അനേക പഠിപ്പിക്കൽ നമുക്കറിയാം. വേദപുസ്തകത്തിന് വിരുദ്ധമായിട്ടുള്ള അനേക പഠിപ്പിക്കൽ നമുക്ക് ഈ കത്തോലിക്ക സഭയിലും അതുപോലുള്ള ഇതര സഭകളിലൊക്കെയും കാണുവാൻ സാധിക്കും. എന്നാൽ നമ്മെ ഈ പ്രഭാതത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്നത് അങ്ങനെയുള്ള വഴികളെ വിട്ടു പോരുക. പ്രത്യേകിച്ച് വെളിപാട് പുസ്തകം പറയുന്നത് ബാബിലോണിനെ വിട്ടുപോരുക. ആ വിട്ടുപോരുവാണ്ടക്കൊണ്ണം ആവശ്യപ്പെടുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത് വേദത്തിന് വിരുദ്ധമായിട്ടുള്ള അനേക പഠിപ്പിക്കലുകൾ ഉൾക്കൊള്ളുന്നതായ സമൂഹത്തിൽ നാം വിട്ടുപോകുന്ന ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസവും കാത്തുകൊള്ളുന്നതായ ഒരു സമൂഹത്തിലേക്ക്, വിശുദ്ധ സമൂഹത്തിലേക്ക് കടന്നു വരണം. അപ്പൊ അതാണ് ഈ അന്ത്യകാല സഭയെക്കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത്. ആയതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുമേ നമ്മുടെ ചിന്തയിലേക്ക് ഇത് കടന്നു വരട്ടെ. ദൈവത്തിന് വിരുദ്ധമായി അല്ലെങ്കിൽ വചനത്തിന് വിരുദ്ധമായി ദൈവം കൽപ്പിച്ചിരിക്കുന്നതായ ഈ വചനത്തിന് വിരുദ്ധമായി ഏതെല്ലാം പഠിപ്പിക്കൽ സഭകൾ പഠിപ്പിക്കുന്നുണ്ടോ അതിൽ നാം വിശ്വസിക്കരുത്. അത് ഒരുമാതിരി കള്ള സൈൻ ബോർഡാണ്. അപ്പം ആ സൈൻ ബോർഡ് പിശാചായവൻ സഭയിലൂടെ അല്ലെങ്കിൽ സമൂഹത്തിലൂടെ നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഈ ദിവസം ആരംഭിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. കർത്താവാണ് എല്ലാറ്റിൻ്റെ ഉടയവൻ. കർത്താവിൽ നാം വിശ്വസിക്കുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ നല്ല വഴികളെ പിൻപറ്റുവാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ പ്രസംഗത്തിൽ ഞാൻ വിരമിക്കുന്നു. കണിശമായിട്ടും ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഉതകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് തലകളെ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട പിതാവേ, ഈ ഒരു ദിവസം കാണുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചു. അടിയങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അടിയങ്ങളുടെ സമർപ്പണത്തെ അംഗീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. വഴി നടത്തണമേ. കർത്താവിനെ ആശ്രയം ജീവിപ്പാനും കർത്താവിൻ്റെ ഒരുങ്ങും ഇടയാക്കണമേ. ഈ പ്രത്യേകിച്ച് ഇന്ന് ബർത്ത്ഡേ ജന്മദിനമുള്ള എല്ലാവർക്കും കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോ വർഷം കൂട്ടിക്കൊടുക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഉള്ള അനുഗ്രഹിക്കണമേ. വഴി നടത്തണമേ. എല്ലാം യേശുവിൽ കൂടെ താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ
കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. നല്ലൊരു ദിവസം ദൈവം നൽകിയിരിക്കുകയാണ്. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.